നമസ്കാരം. ലോകത്തെ ഇന്റർനെറ്റ് വിനിമയത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായ ഹോർമുസ് കടലിടുക്കും ചെങ്കടലും യുദ്ധഭീഷണിയിലായതോടെ ലോകം ഒരു ഭീകരമായ ഡിജിറ്റൽ ബ്ലാക്കൌട്ടിന്റെ നിഴലിലായിരിക്കുകയാണ്. ആഗോള ഇന്റർനെറ്റ് ഡാറ്റയുടെ 90% കൈമാറുന്ന സമുദ്രത്തിനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയും ദൈനംദിന ജീവിതത്തെയും തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ മുറുകുന്ന സാഹചര്യത്തിൽ വെറും എണ്ണ വിതരണമല്ല, മറിച്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ നട്ടലാണ് തകരാൻ പോകുന്നതെന്ന ആശങ്ക നിരീക്ഷകർ പങ്കുവെക്കുന്നു. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന 17ഓളം പ്രമുഖ കേബിളുകളും ഗൾഫ് മേഖലയെയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ AAE-1 ഫാൽക്കൺ തുടങ്ങിയ കേബിളുകളും തകർക്കപ്പെട്ടാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും അറ്റുപോകും. ഇത് കേവലം സോഷ്യൽ മീഡിയ ഉപയോഗത്തെയല്ല, മറിച്ച് ലോകത്തെ ആകെ ബാങ്കിംഗ്, IT, വിദേശ വ്യാപാര മേഖലകളെയാണ് നിശ്ചലമാക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി ഇരട്ടി പ്രഹരമാണ്. ടാറ്റ, TGN പോലുള്ള പ്രധാന കേബിളുകൾ തകരാറിലായാൽ രാജ്യത്തെ IT ഹബ്ബുകളും അന്താരാഷ്ട്ര പണമിടപാടുകളും തടസ്സപ്പെടും. ഇതിനേക്കാൾ ഭയാനകമായ വസ്തുത, ഇറാൻ ഈ കടൽപാതകളിൽ മൈനുകൾ വിതറിയിരിക്കുന്നതിനാൽ കേബിളുകൾക്ക് നാശം സംഭവിച്ചാൽ അവ നന്നാക്കാൻ അറ്റകുറ്റപ്പണി കപ്പലുകൾക്ക് അവിടെ എത്താൻ പോലും സാധിക്കില്ല എന്നതാണ്. UAE-യിലും സൗദി അറേബ്യയിലുമായി ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും കോടിക്കണക്കിന് ഡോളർ മുടക്കി പണിത ഡാറ്റാ സെന്ററുകളും AI ഹബ്ബുകളും ഇതോടെ ഉപയോഗശൂന്യമാകും. പണ്ട് ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ചെങ്കടലിലെ കേബിളുകൾക്ക് ചെറിയ തകരാർ സംഭവിച്ചപ്പോൾ തന്നെ ലോകം വലഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഹോർമുസും ചെങ്കടലും ഒരേ സമയം ലക്ഷ്യം വെക്കപ്പെടുന്നത് ആഗോളതലത്തിൽ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ അന്ധകാരത്തിന് വഴിവെക്കും. ചുരുക്കത്തിൽ, അതിർത്തികളിലെ വെടിയൊച്ചകളേക്കാൾ വേഗത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളെയും ഓൺലൈൻ ജീവിതത്തെയും നിശബ്ദമാക്കാൻ പോകുന്ന ഒരു പുതിയ തരം യുദ്ധത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഡേറ്റയുടെ 90%-ലധികം കൈമാറുന്നത് ഉപഗ്രഹങ്ങൾ വഴിയല്ല, മറിച്ച് സമുദ്രത്തിനടിയിലൂടെ വിരിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ്. ഇതിലേറ്റവും നിർണായകമായ 2 പാതകളാണ് ഹോർമുസ് കടലിടുക്കും ചെങ്കടലും. ഈ മേഖലയിലൂടെ മാത്രം ഏകദേശം 17 പ്രധാന ഇന്റർനെറ്റ് കേബിളുകൾ കടന്നു പോകുന്നുണ്ട്. യൂറോപ്പിനെയും ഏഷ്യയും ആഫ്രിക്കയും ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പാലമാണിത്. ഗൾഫ് രാജ്യങ്ങളിലെ വൻകിട ഡാറ്റാ സെന്ററുകളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന AAE-1 ഫാൽക്കൺ തുടങ്ങിയ പ്രമുഖ കേബിളുകൾ ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ വിദേശ ഡാറ്റ വിനിമയത്തിൽ ടാറ്റ, TGN, ഗൾഫ് പോലുള്ള കേബിളുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ ഈ മേഖലയിൽ കടൽ മൈനുകൾ വിതറിയിരിക്കുന്നതിനാൽ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കപ്പലുകൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല. ഏതെങ്കിലും വിധത്തിൽ ഈ കേബിളുകൾ മുറിയപ്പെടുകയോ മൈൻ സ്ഫോടനത്തിൽ തകരുകയോ ചെയ്താൽ ഇന്ത്യയിലെ ബാങ്കിംഗ്, IT മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടാകും. വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങൾ മുതൽ അന്താരാഷ്ട്ര പണമിടപാടുകൾ വരെ ഇതോടെ തടസ്സപ്പെടും. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് തിരിച്ചടിയായി ലോകത്തിന്റെ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനം തകർക്കാൻ ഇറാൻ മുതിർന്നേക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലൂടെയാണ് കേബിളുകൾ കടന്നു പോകുന്നത് എന്നതിനാൽ ഇവ തകർക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. മുൻപ് ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ചെങ്കടലിലെ കേബിളുകൾക്ക് തകരാറുകൾ സംഭവിച്ചപ്പോൾ ആഴ്ചകളോളം ഇന്റർനെറ്റ് വേഗത കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 2 പ്രധാന പാതകളും ഒരേ സമയം ലക്ഷ്യം വെക്കപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ഒരു ഡിജിറ്റൽ ബ്ലാക്കൌട്ടിനും കാരണമായേക്കാം. ചുരുക്കത്തിൽ, ഈ യുദ്ധം വെറും അതിർത്തികളിലോ എണ്ണപ്പാടങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണുകളെയും ഡിജിറ്റൽ ജീവിതത്തെ നിശബ്ദമാക്കാൻ കെൽപ്പുള്ള ഒന്നായി ഇത് മാറുകയാണ്.